Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് മോട്ടോന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ മോട്ടോ G51 ആണ്. അപ്പോൾ മോട്ടോറോളയുടെ ഏറ്റവും പുതിയ G സീരീസിലെ സ്മാർട്ട് ഫോണാണ് മോട്ടോ G51. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് ബാൻഡ്സ് സപ്പോർട്ടഡ് ആണ്. ആക്ച്വലി ഓൾമോസ്റ്റ് എല്ലാ ബാൻഡ്സും തന്നെ 5G ബാൻഡ്സ് സപ്പോർട്ടഡ് ആണ്. ഇതൊരു ബഡ്ജറ്റ് 5G ഫോണാണ്. അതായത് 15,000 rupees ആണ് ഇതിന്റെ വില വരുന്നത്. 14,999 ആണ്. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമന്റ് സെക്ഷനിലോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ രണ്ട് കളറിലാണ് അവൈലബിൾ ആവുന്നത്, ബ്ലൂ ആൻഡ് സിൽവർ. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് 5G ബാൻഡ്സ് സപ്പോർട്ടഡ് ആണെന്നുള്ളത്. അതായത് 2-3 ബാൻഡ്സ് അല്ല, എനിക്ക് തോന്നുന്നു 12 ബാൻഡ്സ് എന്തോ സപ്പോർട്ടഡ് ആണ്. ക്വാൾകോമിൻ്റെ 480+ ചിപ്പാണ് വരുന്നത്, 5G സപ്പോർട്ടഡ് ചിപ്പാണ്. അതേപോലെ തന്നെ ഒരു ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റും, പിന്നെ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും, ഒരു 50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ ഇതാണ് മോട്ടോ G51. നമുക്ക് വളരെ ക്വിക്കായിട്ടൊന്ന് അൺബോക്സിങ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇതിൻ്റെ ക്യാമറ വിശേഷങ്ങൾ, സോഫ്റ്റ്വെയർ ആസ്പെക്ട്സ് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അൺബോക്സിംഗ് തുടങ്ങാം. അപ്പോൾ നമുക്ക് മോട്ടോ G51 5Gൻ്റെ അൺബോക്സിങ്ങിലേക്ക് എളുപ്പം തന്നെ കിടക്കാം. അപ്പോൾ മോട്ടോറോളേൻ്റെ ബോക്സ് പാക്കേജ് ക്വൈറ്റ് സിമിലർ ആണ് എല്ലാ ഡിവൈസിലും വരുന്ന പോലെ തന്നെ ഇതിനകത്തും വരുന്നത്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 4GB 64GB വേരിയൻ്റ് ആണ്. ഇൻഡിഗോ ബ്ലൂ ആണ് ഇതിൻ്റെ കളർ. ഇതിനകത്തൊരു വേറെ കളറും കൂടി, ഒരു സിൽവർ കളറും കൂടി ഉണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇൻഡിഗോ ബ്ലൂ ആണ്. അപ്പോൾ ബാക്കിൽ ബോക്സിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നത് 120 Hz റിഫ്രഷ് റേറ്റ്, ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ, 50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഇതിനകത്ത് വരുന്നത് ഒരു സാംസങ്ങിൻ്റെ സെൻസറാണ്, ഒരു 8 MP അൾട്രാ വൈഡും ഒരു 2 MP ഡെപ്ത് സെൻസറാണ്. പിന്നെ ഇതിനകത്ത് ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി നമുക്ക് ഫീച്ചേഴ്സ് എല്ലാം തന്നെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ പറയുമ്പോൾ, ഡീറ്റെയിൽസ് പറയുമ്പോൾ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആദ്യം തന്നെ ഫോണും ഒരു കേസും കൂടി ഇൻക്ലൂഡഡ് ആണ്. സ്ഥിരമായി മോട്ടോറോള എങ്ങനത്തേനും തരാറ്. അപ്പോൾ നമുക്ക് വേണം, ഇവിടെ ഒരു സൈഡിലൊരു മോട്ടോറോളേൻ്റെ ബ്രാൻഡിങ് ഒക്കെ ഉള്ള ഒരു കേസാണ്. ഒരു മാറ്റ് ഫിനിഷാണ്, ബാക്കിൽ ഗ്ലോസി ഫിനിഷാണ്. ഒരു സാധാരണ TPU കേസ് ഇവിടെ നമുക്ക് കാണാം. ഫിംഗർ പ്രിൻറ്റ് സ്കാനറിനുള്ള അല്ലെങ്കിൽ പവർ ബട്ടൺ ഇൻറ്റഗ്രേറ്റഡ് ആയ ഒരു ഓപ്പണിംഗ് കാണാം. ഇവിടെ വോളിയം കീനുള്ള കട്ട് കാണാം. കട്ടില്ല, ആക്ച്വലി വോളിയം കീനുള്ള പ്രൊജക്ഷനാണ്. നല്ലൊരു കേസാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു സാധാരണ TPU കേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാര്യമായൊരു ഡിഫറൻസ് ഒന്നുമില്ല, എങ്കിലും കണ്ടില്ലേ, നമുക്ക് കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി TPU കേസാണ് വരുന്നത്. ഇതാണ് ഫോണ്. നമുക്ക് ബാക്കി എല്ലാം കൂടെ നോക്കിയിട്ട് നമുക്ക് ഫോണിലേക്ക് വരാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നൊരു സിം ഇജക്റ്റ് പിന്നാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് അതെ, സിം ഇജക്റ്റ് പിന്നും നമുക്ക് കിട്ടുന്നത് ഒരു മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ്. ഇതിൻ്റെ ക്യാമറ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടനും കൂടി കൊടുത്തിട്ടുണ്ട്. സിം ട്രേ, മൈക്രോ SD കാർഡ് സ്ലോട്ടും ഇൻക്ലൂഡറാണ്. അപ്പോൾ നമുക്ക് ബാക്കി വരാം. പിന്നെ ഒരു USB Type-C ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫൈനലി നമുക്കൊരു 20 watt അഡാപ്റ്ററാണ് വരുന്നത്. ഇതാണ് 20 watt മോട്ടോറോളേൻ്റെ അഡാപ്റ്റർ കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടല്ലേ, 20 watt അഡാപ്റ്റർ ഇവിടെ എഴുതിയതാണ്, 20 എഴുതിയതാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് വേഗം തന്നെ ഫോൺ ബൂട്ട് ചെയ്യാൻ, ബൂട്ട് ചെയ്തിട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. നമ്മളിപ്പോൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ലാർജ് 6.8 inches ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇത് ആക്ച്വലി AMOLED അല്ല, IPS LCD പാനലാണ്. പക്ഷേ 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ സെറ്റിംഗ്സിലൊന്ന് പോകാം. ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ അഡ്വാൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ, റിഫ്രഷ് റേറ്റ് കാണാം. അതായത് ഓട്ടോ റിഫ്രഷ് റേറ്റ് ആണ്. പിന്നെ നമുക്ക് 60 Hz 120 Hz ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 120 Hz പോകാം. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുന്നത്. വളരെ സ്റ്റോക്ക് UI ആണ് വരുന്നത്. ആഡ്സോ അങ്ങനത്തെ ഓപ്ഷൻസോ ഒന്നും തന്നെ ഇല്ല. വളരെ ബേസിക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം 1-2 ആപ്സ് അധികം ഇൻസ്റ്റാൾഡ് ആണ്. ഒന്ന് മോട്ടോൻ്റെ ആപ്പ് ഉണ്ട്, പിന്നെ ഫേസ്ബുക്ക് ഉണ്ട്, പിന്നെ എല്ലാം ഗൂഗിൾ ആപ്സ് ആണ് പൊതുവെ വന്നിരിക്കുന്നത്. FM റേഡിയോ ഉണ്ട്. മോട്ടോൻ്റെ ആപ്പ് നമുക്കറിയാം, മോട്ടോൻ്റെ അഡീഷണൽ ഓപ്ഷൻസ് എല്ലാം വരുന്ന ആപ്പാണ്. കണ്ടില്ലേ, പേഴ്സണലൈസ് ചെയ്യാനുള്ള തീംസ്, ജസ്റ്റേഴ്സ്, പിന്നെ പീക്ക് ഡിസ്പ്ലേ, അതേപോലെ ഓപ്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് മോട്ടോൻ്റെ ആപ്പ്. നമുക്ക് ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊന്നും കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു ടച്ച് റെസ്പോൺസും നല്ലൊരു സ്മൂത്ത്നെസ്സും ഉണ്ട്. പക്ഷേ AMOLED അല്ല. അപ്പോൾ ഇവിടെ ഒരു IPS LCD പാനലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 480+ ചിപ്പാണ്. 480-400 സീരീസ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചിപ്പാന്ന് പറയാം. ഇതൊരു 5G എനേബിൾഡ് ചിപ്പാണ്. 480+ ആണ് വരുന്നത്. LPDDR4X റാമാണ്, 4GB of റാമാണ്, 64GB സ്റ്റോറേജ് ആണ് വരുന്നത്. UFS സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ അറൗണ്ട് 208 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഹെവി ആണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഡിസൈൻ ലാംഗ്വേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സിം ട്രേ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടൻ്റെ, അതേപോലെ തന്നെ പവർ ബട്ടനും വോളിയം കീസുമാണ്. പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ താഴെ നമുക്ക് 3.5 മെമ്മറി ജാക്ക്, USB ചാർജിങ് പോർട്ട്, Type-C സ്പീക്കർ യൂണിറ്റാണ്. മുകൾ ഭാഗത്ത് ഓപ്പണിങ്സോ സ്ലോട്ട്സ് ഒന്നുമില്ല. ബാക്കിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP ട്രിപ്പിൾ ക്യാമറയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 8 MP അൾട്രാ വൈഡും ഒരു 2 MP
പിക്സൽ മാക്രോ, പിന്നെ ഒരു മോട്ടോൻ്റെ ലോഗോയും കാണാം. ഒരു പ്ലാസ്റ്റിക് ബാഗാണ്. പ്ലാസ്റ്റിക് ബാഗിൻ്റെ ക്വാളിറ്റി എനിക്ക് അത്ര ഒരു ഇമ്പ്രസീവ് ആയി തോന്നിയില്ല. കാരണം അതൊരു എന്താ പറയുക, ഒരു ചീപ്പ് മെറ്റീരിയലിൻ്റെ പോലെയൊക്കെ ഒരു ലുക്ക് ഉണ്ട്. ആക്ച്വലി അത്ര ഒരു ക്വാളിറ്റി എനിക്ക് തോന്നുന്നില്ല. കാരണം കുറേ സ്മഡ്ജസും വരുന്നുണ്ട്. അത്രയ്ക്കൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഒരു മാറ്റ് ഫിനിഷാണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് പാനലിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Android 11 ആണ് വരുന്നത്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ക്യാമറേൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ 5G സപ്പോർട്ട് ഉണ്ട്. ഇതിനകത്ത് ഒരുപാട് ബാൻഡ്സ് സപ്പോർട്ടഡ് ആണ് 5G. അതുകൊണ്ട് തന്നെ ഒരു പ്രോബബ്ലി ഫ്യൂച്ചർ പ്രൂഫ് 5G ഫോണാണെന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് ക്യാമറ ഒന്ന് നോക്കാം. ക്യാമറേൻ്റെ UIയും ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ ക്യാമറയാണ് നമ്മളിപ്പോൾ തുറന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഉണ്ടല്ലേ ബേസിക് ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാം. ഇവിടെ നമുക്ക് അൾട്രാ വൈഡ് പോവാം, പിന്നെ മാക്രോയിലേക്കും പോവാം. ഈ 3 ഓപ്ഷൻസാണ് ഇവിടെ വരുന്നത്. പിന്നെ നമുക്കിവിടെ വീഡിയോ റെക്കോർഡിംഗ് കാണാം. ബാക്കിയുള്ള ഓപ്ഷൻസാണ് ഡ്യുവൽ ക്യാപ്ചർ ഉണ്ട്. അതായത് നമുക്ക് 2 ക്യാമറയും കൂടെ അറ്റ് എ ടൈം യൂസ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. നൈറ്റ് വിഷൻ, പനറോമ, അങ്ങനത്തെ എല്ലാ ഓപ്ഷനും തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഇതിനകത്ത് ഫുൾ HD റെസൊല്യൂഷനേ ഉള്ളൂ. 4K സപ്പോർട്ടഡ് അല്ല. മാക്സിമം ഫുൾ HD ഓപ്ഷൻ്റെ ഇൻക്ലൂഡഡ് ഉള്ളൂ. അപ്പോൾ ഇതാണ് വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതിൻ്റെ സെൽഫി ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സെൽഫി ക്യാമറ എക്സ്പീരിയൻസ് വരും. നമുക്കിതൊന്ന് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് Moto G51 എടുത്ത ക്യാമറ സാമ്പിൾസ്. അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഒരു 15,000 പ്രൈസ് സെഗ്മെൻറ്റിന് വേണ്ട ഒരു ബേസിക് ക്യാമറ ക്വാളിറ്റി ഇതിനകത്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ലാർജ് കപ്പാസിറ്റി ബാറ്ററിയാണ്. അതേപോലെ 20 വാട്ട് ചാർജിങ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ 20 വാട്ട് ചാർജിങ് 5000 mAh എത്ര ടൈം എടുക്കും നമുക്ക് അറിയില്ല. എന്നാൽ നമ്മൾ ചെക്ക് ചെയ്താലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. എങ്കിലും കുറച്ചധികം സമയം തന്നെ എടുക്കേണ്ടതാണ്. കാരണം 20 വാട്ട് അത്രയ്ക്കൊരു ഫാസ്റ്റ് അല്ല. അപ്പോൾ ചാർജിങ് ടെസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയി ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്കിലും ഇതാണ് ഒരു ബേസിക് ഐഡിയ ഈ ഡിവൈസിനെ കുറിച്ച്. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു 14,999 ആണ് ഇതിൻ്റെ പ്രൈസിങ്. 14,999 കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. വളരെ ഒരു മികച്ചതാണെന്നും പറയുന്നില്ല. കാരണം സ്നാപ്ഡ്രാഗൺ 480 പ്ലസ് 4G 5G എനേബിൾ ചിപ്പാണെങ്കിലും വളരെ ഒരു പവർഫുൾ അല്ല. എങ്കിലും 400 സീരീസിലെ ഏറ്റവും മികച്ചതാണ്. അതേപോലെ തന്നെ നമുക്ക് പറയാവുന്നത് ഒരു സ്നാപ്ഡ്രാഗൺ 732 അടുത്തെത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ്. എന്നാലും സ്നാപ്ഡ്രാഗൺ 732 ബെറ്റർ എന്ന് പറയുന്നില്ല. അതിനൊക്കെ അടുത്തെത്തുന്ന ഒരു പെർഫോമൻസ് ആണ്. പിന്നെ 5G ആയതുകൊണ്ടാണ് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആവുന്ന ഡിവൈസ്. അപ്പോൾ ബാക്കിയെല്ലാം കൊണ്ട് തന്നെ എനിക്കൊന്ന് ഒരു ബേസിക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഫോണാന്ന് പറയാം. 14,999 ആണ് ഇതിൻ്റെ വില. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. 2 കളറിൽ അവൈലബിൾ ആണ്. ബ്ലൂ ആൻഡ് സിൽവർ കളറിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതായിരുന്നു Moto G51 അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒരിക്കലും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണമൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നൗ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.